ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ CPM നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടാണോ? വിശ്വാസികളുടെ താൽപര്യവും നിയമപരമായ താൽപര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വിജയരാഘവൻ. സമവായമുണ്ടാക്കേണ്ടതുണ്ട്. സങ്കീർണമായ വിഷയമായതുകൊണ്ട് എല്ലാവരെയും കേട്ട് ഒരു പൊതു നിലപാടിലെത്തണം. കോടതി ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് കാര്യമെന്നും വിജയരാഘവൻ പറഞ്ഞു. കേൾക്കാം. ഇത് വിവാദ പ്രശ്നമായിട്ട് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികൾ കേരളത്തിലുണ്ട്. ഇവിടെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വിശ്വാസികളുടെ താല്പര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ചിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കാൻ കഴിയുള്ളൂ. എല്ലാവരോടും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് സമന്വയം ഉണ്ടാക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് സങ്കീർണതകളുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തെ അവധാനതയോടുകൂടി ചർച്ച ചെയ്ത് പരിഹാരം കാണാനാണ് ഇടതുപക്ഷം ശ്രമിക്കുക. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് സഹായകരമായൊരു തീരുമാനവും LDFിൻ്റെ ഭാഗത്തുണ്ടാവില്ല. ജെയ്സൺ ഷാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ഷാമോളപ്പിൽ, ഈ വിജയരാഘവൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നു. അതിന്റെ സൂചനയായിട്ട് വേണമോ ഈ കാണാൻ? കാരണം ഇനിയിപ്പോൾ 9-അംഗ ബെഞ്ചിലേക്ക് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജി എത്തുകയാണെങ്കിൽ ആ സമയത്ത് സംസ്ഥാന സർക്കാരിനോട് തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ചോദിക്കും. അപ്പോൾ സർക്കാർ ഒരു നിലപാട് പറയണം. ഇത് ഏത് നിലപാടാണ് പറയുക? 2018 എടുത്ത നിലപാട് പറയുമോ, അതോ 2016 ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത നിലപാട് പറയുമോ? ഒരു മാറ്റത്തിന്റെ സൂചനയുണ്ടോ വിജയരാഘവന്റെ വാക്കുകളിൽ? ഗുഡ് മോർണിംഗ് ജെയ്സൺ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വിജയരാഘവന്റെ പ്രസ്താവന സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ അത് വളരെ ശാന്തമായി, വളരെ ശ്രദ്ധയോടുകൂടി അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രസ്താവനയാണ്. അതിനർത്ഥം ഈ വിഷയത്തിൽ CPM പുറകോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും CPM ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹം പറയുന്നു ഇത് സങ്കീർണമായ വിഷയമാണ്, വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. CPM ഒരു കാലത്തെടുത്ത, CPM കഴിഞ്ഞ കാലങ്ങളിൽ ഏത് കാലത്തും എടുത്ത നിലപാട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാടാണ്. ആ അനുകൂലിച്ച നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് 2 സ്ത്രീകൾ ശബരിമല കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറകോട്ട് പോകുന്നത്? ഈ പോളിറ്റ് ബ്യൂറോ അംഗമായ വളരെ ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി വളരെ ശ്രദ്ധയോടുകൂടി പ്രതികരിക്കേണ്ടി വരുന്നത് ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വിശ്വാസികളുടെ വിഷയമാണ്. വിശ്വാസികളെ കേൾക്കണം. വിശ്വാസികളുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഒരു സമവായ ചർച്ച, അതായത് എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനം പറയാനാകൂ എന്ന നിലയിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് സത്യത്തിൽ ഇന്ന് ഇപ്പോൾ വിജയരാഘവൻ, പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ നടത്തിയത്. അതോടൊപ്പം തന്നെ നേരത്തെ MP ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാടില്ലാതായിരിക്കുന്നു. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് പാർട്ടി ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുടർ ചോദ്യം എന്ന നിലയിൽ ഭൂരിപക്ഷ സമുദായത്തെ, പ്രത്യേകിച്ച് SNDPയെയും NSSനെയൊക്കെ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോഴും വിജയരാഘവൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് മറുപടി നൽകി. അതിനർത്ഥം ഈ നേരത്തെ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ CPM എടുത്ത നിലപാടിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോയിരിക്കുന്നു. ഉറച്ചു പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അരുൺകുമാർ. ജെയ്സനാണ് വിവരങ്ങൾ നൽകിയത്. ആ വാക്കുകൾ സൂക്ഷിച്ച് നമ്മൾ കേട്ടാൽ 2018 നവോത്ഥാനം അതിൽ പഠിക്കാൻ പോകുമ്പോഴുള്ള ആർജവം ആ വാക്കുകളിലില്ല. പകരം അതിൽ ഒരു കരുതലുണ്ട്. ആ വാക്കുകൾ ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗത്തെയും പ്രകോപിപ്പിക്കരുത് എന്നുള്ള ജാഗ്രതയും ആ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കോടതി വിധി വരട്ടെ എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. വിജയരാഘവൻ പറയുന്നു വിശ്വാസികളുടെ കൂടി വികാരവും കണക്കിലെടുത്തുകൊണ്ട്, നിയമവശം കൂടി പരിഗണിച്ചുകൊണ്ട്, കോടതിയുടെ നിലപാട് നോക്കിക്കണ്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. NSS അത് ആഗ്രഹിക്കുന്നുണ്ട്, കേരളത്തിലെ വിശ്വാസി സമൂഹം അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭരണഘടനയുടെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ മറിച്ച് കോടതി വിധിയാണ് നിലനിൽക്കുന്നത്. ആ കോടതി വിധി വന്നാൽ കോടതി വിധി അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. കോടതി വിധി തിരിച്ചാണെങ്കിലോ സർക്കാർ എതിർത്തൊന്നും പറയാനും പോകുന്നില്ല.
ഇനിയെല്ലാം ഇരിക്കുന്നത് സുപ്രീം കോടതിയുടെ കയ്യിലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിന് ഒരു പക്ഷേ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അത് പിന്നാക്കം പോയി, മലക്കം മറിഞ്ഞു, യു ടേൺ അടിച്ചു എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളായിരിക്കാം ഒരുപക്ഷേ ഉണ്ടാവുക. ആ സാഹചര്യത്തിൽ കാത്തിരിക്കും.